അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹന്നാസു ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമാനുശാസനകൾ സാധ്യമാം വിധം പകർത്തണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 16ാമത് വെളിച്ചം സംസ്ഥാന സംഗമത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ശ്രദ്ധേയമായ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രബന്ധവും ഓരോ പ്രഭാഷണവും കഴിയും തോറും അതിലുള്ള വിജ്ഞാനീയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയാണ്. ഇനിയും ഇനിയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കാൻ നമ്മുടെ ഹൃദയം വല്ലാതെ ആഗ്രഹിക്കുകയും ദാഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇഷ്ടവും ആഗ്രഹവും നമ്മുടേത് മാത്രമല്ല, മറിച്ച് ജനലക്ഷങ്ങളുടെ, കോടിക്കണക്കിന് മനുഷ്യരുടെ ആഗ്രഹം കൂടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ഇവിടെ അത്ഭുതമാണ് ഈ ഗ്രന്ഥം എന്ന വിഷയത്തെക്കുറിച്ച് നിശ്ചയിക്കപ്പെട്ട സമയ പരിധിക്കകത്തു നിന്നുകൊണ്ട് നിങ്ങളോട് വർത്തമാനം പറയലാണ് ഈ ഉള്ളവൻ്റെ ഉത്തരവാദിത്വം. അത്ഭുതമാണ് ഈ ഗ്രന്ഥം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം എല്ലാ അർത്ഥത്തിലും അത്ഭുതമാണ്. മാത്രമല്ല, നമ്മൾ അറിയണം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുക്കുമ്പോൾ നമുക്കൊന്നുകൂടി ബോധ്യപ്പെടുന്ന ഒരു പരമയാഥാർത്ഥ്യമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മഹാത്ഭുതമാണ്, ഇത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് എന്ന് നമുക്ക് കൂടുതൽ ഉറപ്പ് ലഭിക്കുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ നമുക്കുണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾ നോക്കി, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ആ വഴിക്ക് കടന്നു പോവുകയാണ് സാക്ഷാൽ അബൂജഹൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിൽ നിന്ന് കേൾക്കുന്ന ഖുർആന്റെ വരികൾ ആരും കേൾക്കരുത് എന്ന് ശട്ടം കെട്ടിയവനാണ് അബൂജഹൽ. എവിടെയെങ്കിലും വെച്ച് വിശുദ്ധ ഖുർആന്റെ വരികൾ കേട്ടാൽ കൂവി വിളിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തവനാണ് അബൂജഹൽ. അതല്ലെങ്കിൽ ചെണ്ട കൊട്ടിയും മറ്റും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആളുകളുടെ ശ്രദ്ധ തിരിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചവനാണ് അബൂജഹൽ. ആ അബൂജഹൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആന്റെ പാരായണം കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ പരിസരത്തെത്തിയ അദ്ദേഹം തരിച്ചു നിന്നുപോയി. ആ വഴിക്ക് അതേ സമയം തന്നെ നടന്നു വന്ന സാക്ഷാൽ അബൂ സുഫിയാനും അതേപോലെ നിന്നുപോയി. ആ രാത്രിയിൽ അബൂ സുഫിയാനുമാകട്ടെ ഖുർആന്റെ വരികൾ കേട്ടാൽ അതിനെതിരെ ശബ്ദമുണ്ടാക്കണം, പ്രതികരിക്കണമെന്ന് തൻ്റെ അനുയായികളോട് പ്രഖ്യാപിച്ചവനാണ് അബൂജഹൽ. അതോടൊപ്പം തന്നെ ആ സമയത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അവിടെ, അഖ്നസ് ബിൻ ഷരീഖ് എന്ന മുശ്രിക്ക്. അദ്ദേഹവും ഈ അബൂജഹലിൻ്റെയും അബൂ സുഫിയാന്റെയും കക്ഷിയിൽപ്പെട്ട അതേ വാദവും ആശയവും നിലപാടുമുള്ള ആളുകളാണ് ഈ 3 പേരും എന്ന് നമ്മൾ അറിയണം. 1 സാക്ഷാൽ അബൂജഹലാണ്, 2 അബൂ സുഫിയാനാണ്, 3 അഖ്നസ് ബിൻ ഷരീഖാണ്. ഈ 3 ആളുകളും ആ രാത്രി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ പുറത്തു വന്ന വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വരികൾ കേട്ട് തരിച്ചു നിന്നു. അവർ 1-2 മണിക്കൂറല്ല, പിറ്റേന്ന് പ്രഭാതം വരെ അതും തുടർന്നു. രാവിലെ ആയപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ബോധം വന്ന് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോവാൻ തീരുമാനിക്കുന്നു. പക്ഷേ വഴിയിൽ 3 ആളും പരസ്പരം കണ്ടുമുട്ടുന്നു. ഈ സമയത്ത് നീ എവിടെ നിന്ന് വരുന്നു? പല വർത്തമാനങ്ങളും പറഞ്ഞു, നുണകൾ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒടുവിൽ അവർ സമ്മതിച്ചു. 3 ആളും, ഞങ്ങൾ ഇന്നലെ രാത്രി നീണ്ട സമയം വരെ മുഹമ്മദിന്റെ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരൊരുമിച്ച് തീരുമാനമെടുത്തു, ഇനി നമ്മൾ ഈ വഴിക്ക് വരരുത്, ഇനി ഇത് കേൾക്കുകയും അരുത്. അവർ പിരിഞ്ഞു. പക്ഷേ അന്ന് രാത്രി പിന്നെയും അത് തന്നെ സംഭവിച്ചു. ആവർത്തിച്ചു 3 ദിവസങ്ങൾ ഇത് ആവർത്തിക്കപ്പെട്ടു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുന്നതോ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഒടുവിൽ അഖ്നസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അബൂ സുഫിയാനോട്, അഖ്ബിർനി അൻ റഅയുക ബിമാ ഫീമാ സമിഅത അൻ മുഹമ്മദ്. അലൈ അബൂ സുഫിയാൻ, നീ മുഹമ്മദിൽ നിന്ന് കേട്ട ആ വരികളുണ്ടല്ലോ, ആ വർത്തമാനങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച്
നിന്റെ അഭിപ്രായം എന്താണ്? എന്താണ് നിനക്ക് ഈ കേട്ടതിനെ കുറിച്ച് പറയാനുള്ളത്? ഖുർആനിനെ കുറിച്ച് അബൂ സുഫിയാനെ നിനക്ക് എന്താണ് നിന്റെ അഭിപ്രായം എന്നാണ് അഖ്നസ് ബിൻ ശരീക്കിന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് 14 നൂറ്റാണ്ട് മുമ്പ് മുശ്രിക്കായ അന്ന് ഇസ്ലാം ഹൃദയത്തിലേക്ക് സംശീകരിക്കാതിരുന്ന ഘട്ടത്തിൽ മുശ്രിക്കായ അബൂ സുഫിയാൻ പറഞ്ഞ വർത്തമാനം വല്ലാഹി ശൈഉൻ അജീബ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാഹുവാണ് സത്യം, ഇത് അത്ഭുതമാണ് എന്നാണ് അബൂജഹലിന്റെ പ്രഖ്യാപനം. പിന്നെയും അബൂ സുഫിയാൻ പറഞ്ഞു ശൈഉൻ അഅരിഫുഹു വശൈഉൻ ലാ അഅരിഫ്. ഇന്നലെ കേട്ട ആ വരികളിൽ ചിലതെനിക്ക് മനസ്സിലായി, ചിലതെനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ വലാകിൻ ശൈഉൻ അജീബ്, പക്ഷേ ഇത് അത്ഭുതമാണ്, അത്ഭുതം എന്നാണ് അബൂ സുഫിയാൻ അന്ന് പ്രഖ്യാപിച്ചത്. തീർച്ചയായും പിന്നീട് ആ അത്ഭുതത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ആശയത്തെയും ഹൃദയത്തേക്ക് സ്വാംശീകരിക്കുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഈ മൂന്നാളുകളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ മധുരത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കാനുള്ള മഹാസൗഭാഗ്യം സിദ്ധിച്ച, ആ അത്ഭുതത്തെ ആഴത്തിൽ അടുത്തറിയുവാനുള്ള മഹാസൗഭാഗ്യം സിദ്ധിച്ചവനായി അബൂ സുഫിയാനെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വലാകിൻ ഹാദാ ശൈഉൻ അജീബ് എന്ന് അന്ന് പ്രഖ്യാപിച്ച അബൂ സുഫിയാന്റെ വരികൾ ഈ 2024 പ്രസക്തമാവുകയാണ്. ഈ വെളിച്ചം സംഗമത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത്ഭുതമാണ് ഈ ഗ്രന്ഥം എന്ന തലക്കെട്ടിൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഇത് അത്ഭുതമാണ് എന്ന് വെളിച്ചം പഠിതാക്കളുടെ മാത്രം വർത്തമാനമല്ല, മറിച്ച് ഇന്നലകളിൽ മക്കയിലെ തെരുവുകളിൽ വെച്ച് അഖ്നസ് ബിൻ ശരീക്കിന്റെ ചോദ്യത്തിന് അബൂ സുഫിയാൻ വരെ നൽകിയ ഉത്തരമാണിത്. വല്ലാഹി ശൈഉൻ അജീബ്, അല്ലാഹുവാണ് സത്യം, ഇത് അത്ഭുതമാണ് എന്ന പ്രഖ്യാപനം. സഹോദരങ്ങളെ, നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ശ്രദ്ധേയമായ ചില ഡിബേറ്റുകളെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. അത്തരത്തിലുള്ള ഒരു ഡിബേറ്റാണ് 1977 ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന തലക്കെട്ടിൽ രണ്ടാളുകൾ നടത്തിയ സംവാദം. ഒന്ന്, ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തത് ഡോക്ടർ ഗാരി മില്ലർ എന്ന ശ്രദ്ധേയനായ ചിന്തകനാണ്. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്ര പ്രൊഫസറാണ് അദ്ദേഹം. എന്നാൽ ഇസ്ലാമിനെ പ്രതികരിച്ച് അന്നത്തെ ശ്രദ്ധേയനായ പ്രബോധകനും സംവാദകനുമായ അഹ്മദ് ദീദാത്തുമായിരുന്നു. 1997 ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ ഈ തലക്കെട്ടിൽ നടന്ന ശ്രദ്ധേയമായ സംവാദം ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ടു. ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള പഠനമായിരുന്നു ഡോക്ടർ ഗാരി മില്ലർ നടത്തിയിരുന്നത്. ആ സംവാദത്തിന്റെ തയ്യാറെടുപ്പിനിടയിൽ തന്നെ ബൈബിൾ ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയും സംവാദനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിൽ ഗാരി മില്ലർ പറയുകയാണ്, വൈരുദ്ധ്യമുള്ള പല വരികളും പല ആശയങ്ങളും പല കോട്ടിങ്സുകളും ഞാൻ ബൈബിളിൽ കണ്ടു. സമാനമായി ഖുർആനിലും അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഉണ്ടായേക്കാം. സമാനമായ അത്തരം അവസ്ഥാവിശേഷങ്ങൾ വിശുദ്ധ ഖുർആനിലും ഉണ്ടാകും എന്ന ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. 1977 ഈ ഡിബേറ്റിന് ശേഷം അഹ്മദ് ദീദാത്തിന്റെ നാവിൽ നിന്ന് പുറത്തു വന്ന ശ്രദ്ധേയമായ ചില ചിന്തകൾ, ആശയങ്ങൾ, വർത്തമാനങ്ങൾ, സമർത്ഥനങ്ങൾ, അത് ഗാരി മില്ലറിന്റെ മനസ്സിൽ കൂടുതൽ ഖുർആനിനെ കുറിച്ച് ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട്, ഇനിയും വായിക്കേണ്ടതുണ്ട്, അടുത്ത സംവാദങ്ങൾക്ക് കൂടുതൽ ഇനിയും അറിയേണ്ടതുണ്ട് എന്ന ധാരണയുണ്ടാക്കുന്നു. ആ ധാരണയോടുകൂടെ ബൈബിളിൽ ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാമെന്ന ഒരു മുൻധാരണയോടുകൂടെയാണ് അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ വരികളും വിശുദ്ധ ഖുർആന്റെ അധ്യായങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്നാൽ തൊട്ടടുത്ത വർഷം 1977 ഡോക്ടർ ഗാരി മില്ലർ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. 1977 ഈ സംവാദം. 1978 അദ്ദേഹം ലോകത്തോട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം എന്ത് എന്ന ചോദ്യത്തിന് ഡോക്ടർ ഗാരി മില്ലർ പറഞ്ഞത്, അതെ, അബൂ സുഫിയാൻ പറഞ്ഞ അതേ വർത്തമാനം, ഇത് അത്ഭുതമാണ് എന്നാണ്. എന്നിട്ട് ഡോക്ടർ ഗാരി മില്ലർ പറയുകയാണ്, നിങ്ങൾ ഒരു മുസ്ലിമിനോട് ഒരു ചോദ്യം ചോദിക്കൂ. എന്താണ് ആ ചോദ്യം? നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് ഒരു മുസ്ലിമിനോട് നിങ്ങൾ ചോദ്യം ചോദിക്കൂ. ആ മുസ്ലിമിനോട് നിങ്ങൾ ഇതുകൂടി ചോദിക്കൂ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എന്നുകൂടി ചോദിക്കൂ. ഒരു ചോദ്യം കൂടി ചോദിക്കൂ ആ മുസ്ലിമിനോട്, നിങ്ങളുടെ കയ്യിലുള്ള അത്ഭുതം എവിടെയാണ് എന്നുകൂടി ചോദിക്കും. ഗാരി മില്ലർ പറയുകയാണ്, ഒരു മുസ്ലിമിനോട് നിങ്ങൾ ചോദിക്കൂ, നീ എന്തുകൊണ്ട് മുസ്ലിമായി,
നിന്റെ കയ്യിലുള്ള അത്ഭുതം എന്താണ്, എവിടെയാണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലുള്ള തന്റെ ഷെൽഫിലുള്ള വിശുദ്ധ ഖുർആൻ എടുത്ത് നിന്റെ കയ്യിൽ വെച്ച് തരും. ഇതാ ഈ അത്ഭുതമെന്ന്, ഇതാ ഈ അത്ഭുതമെന്ന് അദ്ദേഹം നമ്മോട് വർത്തമാനം പറയുമെന്ന് ഡോക്ടർ ഗാരി മില്ലർ നമ്മോട് വർത്തമാനം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോഴും നമ്മോടൊപ്പമുള്ള അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഡോക്ടർ ഗാരി മില്ലർ ലോകത്തോട് വർത്തമാനം പറയുന്ന വരികൾ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്, തെറ്റുകളില്ലാതെ പോരായ്മകളില്ലാതെ ഒരു ഗ്രന്ഥം എഴുതാൻ ഒരു എഴുത്തുകാരനും കഴിയില്ല. മനുഷ്യരെന്ന നിലയിൽ വൈകല്യങ്ങൾ ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവാം, ന്യൂനതകൾ ഉണ്ടാകാം, തകരാറുകൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തെറ്റുകളില്ല എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്, ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് മാത്രമല്ല ഖുർആൻ പറയുന്നത്, വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ കാണിച്ചുതാ എന്ന് വെല്ലുവിളിക്കുന്നു ഖുർആൻ. തെറ്റുകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ എന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്നു വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഇത് അത്ഭുതമാണ് എന്നാണ് ഡോക്ടർ ഗാരി മില്ലർ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ നോക്കി, അതിനുശേഷം അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ വരി ആവർത്തിക്കുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. സൂറ നിസായിലെ 82-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? അത് ദൈവികമല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും തെറ്റുകളും പോരായ്മകളും ന്യൂനതകളും അവർക്കതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇല്ല, പോരായ്മകളില്ലാത്ത ഗ്രന്ഥം, വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥം, തെറ്റുകളില്ലാത്ത ഗ്രന്ഥം, അത്ഭുതമായി ജ്വലിച്ചു നിൽക്കുന്ന ഗ്രന്ഥം. എന്നിട്ടൊടുവിൽ അദ്ദേഹം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിന് അദ്ദേഹം ഇട്ട പേര് ദ അമേസിംഗ് ഖുർആൻ എന്നാണ്. ദ അമേസിംഗ് ഖുർആൻ, അത്ഭുതമാണ് ഖുർആൻ എന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ തലക്കെട്ടായി കൊടുക്കുന്നത്. നിങ്ങൾ നോക്കി. എന്നാൽ അദ്ദേഹവുമായി ഡിബേറ്റ് നടത്തിയ അന്നത്തെ ഇസ്ലാമിക ആദർശ പ്രബോധനായ അഹമ്മദ് ദീദാത്ത് അദ്ദേഹവും ഒരു പുസ്തകം എഴുതി വിശുദ്ധ ഖുർആനിനെ കുറിച്ച്. ആ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ തലക്കെട്ട് അൽ ഖുർആൻ, ദ മിറാക്കിൾ ഓഫ് മിറാക്കിൾസ് എന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ തലക്കെട്ട് കൊടുക്കുന്നത്. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമെന്ന്. അഹമ്മദ് ദീദാത്ത് തന്റെ പുസ്തകത്തിന് കൊടുക്കുന്ന പേര് ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമെന്ന്. വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയെയും ദൈവികതയെയും ചോദ്യം ചെയ്യാൻ ഡിബേറ്റ് നടത്തിയ 977 ഡിബേറ്റ് നടത്തിയ ഒരു ബുദ്ധിജീവി 978 മാറി ചിന്തിക്കുകയും എന്നിട്ട് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിച്ച് ഒടുവിൽ ഖുർആനിനെ കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ദ അമേസിംഗ് ഖുർആൻ എന്ന തലക്കെട്ട് കൊടുക്കുന്നു. അത്ഭുതമാണ് ഗ്രന്ഥം, അത്ഭുതമാണ് ഈ ഗ്രന്ഥം എന്നതാണ് ഇന്നത്തെ വെളിച്ചത്തിൽ നമ്മുടെ ചർച്ച. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഇത് അത്ഭുതമാണ്. ഭാഷാ പ്രയോഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, അതിലെ ശൈലി പ്രയോഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, സമർത്ഥന രീതികൾ എടുത്തു നോക്കുകയാണെങ്കിലും, അതിൻ്റെ ശ്രദ്ധേയമായ വിവരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കലുമായി ബന്ധപ്പെട്ട നടത്തിയ പരാമർശങ്ങളാണെങ്കിലും ഓരോന്നും നമ്മെ അത്ഭുതപ്പെടുത്തും. ചരിത്രപരമായ പരാമർശങ്ങളാണെങ്കിലും, ശാസ്ത്രീയമായ പരാമർശങ്ങളാണെങ്കിലും, ധാർമ്മികമായ അവതരണങ്ങളാണെങ്കിലും, മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളുമായി സ്പർശിക്കുന്ന വർത്തമാനങ്ങളാണെങ്കിലും, ഓരോ വരിയും വാക്കും നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുമെന്നതിന് എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. വളരെ നിസ്സാരമെന്ന് കരുതുന്ന തേനീച്ചയെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ വർത്തമാനമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറ നഹ്ലിലാണ് അള്ളാഹു പറയുന്നത്. തേനീച്ചയെ കുറിച്ച് അള്ളാഹു വർത്തമാനം പറയുമ്പോൾ തേനീച്ചയെ കുറിച്ച് അത്തരത്തിലുള്ള ആഴത്തിലുള്ള പഠനമോ വിവരമോ അറിയാത്ത ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് തേനീച്ചയെ കാണുന്നു. തേനീച്ചയുടെ കുത്തും ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ തേനീച്ചയുടെ തേനും കഴിച്ചിരുന്ന ഒരു അറബി സമൂഹം, അന്നത്തെ കാലത്ത് ഒരു ജനത, അവിടേക്കിടയിൽ നിന്നാണ് വിശുദ്ധ ഖുർആന്റെ വരികൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കൊടുക്കുന്നത്. വൗഹാ റബ്ബുക ഇലൻ നഖ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. തേനീച്ചക്ക് നാം വഹി നൽകിയ സന്ദർഭം എന്ന് തുടങ്ങിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ വർത്തമാനം. അതിൽ അള്ളാഹു നടത്തിയ ഭാഷാ പ്രയോഗങ്ങളിൽ തേനീച്ചയുടെ കൂട് നിർമ്മിക്കുന്നത് ആരാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അനിത്തഖദീ മിനൽ ജിബാലി ബുയൂതൻ, നീ തേനീച്ച ഉണ്ടാക്കടി എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. തേനീച്ചക്കൂട്ടിലെ തേനീച്ച പെൺതേനീച്ചകളാണ് തേൻ കൂടുകൾ ഉണ്ടാക്കുന്നത്, തേനീച്ചക്കൂടുണ്ടാക്കുന്നത് എന്ന് നേർക്കുനേരെ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ വരികൾ. ആൺ തേനീച്ചകളായിരുന്നുവെങ്കിൽ ഇത്തഖിദ് എന്ന് കൽപ്പിക്കുമായിരുന്നു, ഫേലുൽ അംർ. എന്നാൽ ഇവിടെ ഇത്തഖദീ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. സുമ്മ കുലി എന്ന പ്രയോഗം, ഫസ്സുലൂക്കി എന്ന പ്രയോഗം.
തേനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോ അതെ അവളുടെ വയറ്റിൽ നിന്ന് ബുതൂനിഹ പുറത്തു വരുന്നു എന്നാണ്. തേനീച്ചയുടെ തേനിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്ന്, പെൺതേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്നാണ് അത് പുറത്തു വരുന്നത് എന്ന പരാമർശം. എന്നാൽ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം, ഏറെക്കുറെ 18-ാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ടാണ് തേനീച്ചയെക്കുറിച്ച് കൂടുതൽ വിവരം ലോകമറിയുന്നത്. തേനീച്ചക്കൂട്ടിൽ ആരാണ്, ആൺതേനീച്ചയാണോ പെൺതേനീച്ചയാണോ കൂടുണ്ടാക്കുന്നത്, തേൻ ശേഖരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം പിന്നീടാണ് ലോകത്തിനറിയുന്നത്. അത്ഭുതമാണ് ഈ ഗ്രന്ഥം, അത്ഭുതമാണ് ഈ ഗ്രന്ഥം. നിസാരം ഒരു തേനീച്ചയെ കുറിച്ചുള്ള വർത്തമാനങ്ങളിൽ പോലും അതിൻ്റെ ഭാഷാപ്രയോഗങ്ങളിലുള്ള ഇത്രമേൽ കൃത്യമായ പരാമർശങ്ങൾ ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു വിവരവും വിജ്ഞാനീയവും ഇല്ലാത്തൊരു കാലത്ത് നിസാരം ഒരു തേനീച്ചയുടെ കൂട്ടിൽ നടക്കുന്ന വർത്തമാനം ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചതിൽ കൃത്യത പാലിച്ച അള്ളാഹുവിന്റെ ഗ്രന്ഥം അത്ഭുതമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ? അറബികളെ ചൂണ്ടിക്കൊണ്ട് ഒരുപാട് മലകൾ നമുക്ക് മക്കയിൽ കാണാം. ചുറ്റും മദീനയിലും, മക്കയുടെ അത്ര മലകളില്ലെങ്കിൽ പോലും മദീനയിലും തലയുയർത്തി നിൽക്കുന്ന ഉഹദ് പോലുള്ള മലകളെ കാണാം. ആ മലകളെ ചൂണ്ടിക്കൊണ്ട് അറബികളോടായി, തൻ്റെ മുന്നിലുള്ള ശ്രോതാക്കളോടായി, സഹാബിവര്യന്മാരോടായി, ലോകത്തോടായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർത്തമാനം പറഞ്ഞു. വൽ ജിബാല ഔതാദ, ആണികളാക്കിയിട്ടുണ്ട് നാം പർവ്വതങ്ങളെ എന്ന്. ആണി എന്ന് പറയുമ്പോൾ, ആണി നമ്മളൊരു മരത്തിൽ അടിച്ചു താത്തുമ്പോൾ മുകളിൽ എത്ര കാണുന്നുവോ അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആഴത്തിൽ താഴ്ന്നു കിടക്കുന്നുണ്ടാവും ആണിക്ക്. പർവ്വത ചൂണ്ടിക്കൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൽ ജിബാല ഔതാദ എന്ന വിശുദ്ധ ഖുർആന്റെ പരാമർശം എത്ര കൃത്യമാണ് എന്ന് ഇന്നാണ് ലോകത്തിന് ബോധ്യപ്പെടുന്നത്. നമ്മൾ അറിയേണ്ടതുണ്ട്, 1960കളിലാണ് അതേ ഭൂമിയിൽ പർവ്വതങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള കൂടുതൽ വിജ്ഞാനീയങ്ങൾ ലോകം സമ്പാദിക്കുന്നത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ, ബാലൻസിങ് നിലനിർത്തുന്നതിൽ പർവ്വതങ്ങൾക്കുള്ള സ്ഥാനവും അവയുടെ ധർമ്മവും നമ്മൾ ആഴത്തിൽ അറിയുന്നത് ഈ പറയുന്ന 1960കളിലാണ് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോകാതിരിക്കാൻ പർവ്വതങ്ങളെ നാം അതിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആന്റെ പ്രയോഗം, വിശുദ്ധ ഖുർആന്റെ പരാമർശം ഇന്നത്തെ ലോകത്ത് അത്ഭുതം തന്നെയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പർവ്വതത്തിന്റെയും വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള കഴിവോ സവിശേഷതയോ അത്തരം സാധ്യതകളോ ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു കാലത്ത് ഉഹദിന്റെ 2-3 ഇരട്ടി അതിന്റെ താഴെയുണ്ടാകുമെന്നും മക്കയിലെ ഓരോ ഉയർന്നു നിൽക്കുന്ന മലകളുടെ 2-3 ഇരട്ടി വേരുകൾ ആഴ്ന്നു നിൽക്കുന്നുണ്ടാകുമെന്ന് ലോകത്തോട് പറയുകയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം. അത്ഭുതമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ? ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഓരോരോ പരാമർശങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയും പിന്നെയും ഖുർആൻ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഈ അറബികളോടായി, ലോകത്തോടായി തൻ്റെ കൺമുന്നിലുള്ള കുഞ്ഞു തേനീച്ചയെ ചൂണ്ടി വർത്തമാനം പറഞ്ഞ് അതിലെ കൃത്യത ചൂണ്ടിക്കാണിച്ച് ഇത് അത്ഭുതമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ചുറ്റുമുള്ള പർവ്വതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും ആ പർവ്വതങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഇത് അത്ഭുതം തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വയനാടൻ മലനിരകളിൽ എത്രയെത്ര മലകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. നമ്മളും ഒരു ഉയർന്ന പ്രദേശത്താണ്. ഇതിൻ്റെ താഴെ ആഴത്തിലുള്ള വേരുകളുണ്ട് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മലയുടെ ഒരു ചെറിയ ഭാഗം ഇടിഞ്ഞു വീഴുമ്പോഴേക്കും അതുവഴി ഉണ്ടായ ദുരന്തത്തിന് നമ്മുടെ മലയാള മണ്ണ് സാക്ഷ്യം വഹിച്ചതാണ്. മുണ്ടക്കൈ സാക്ഷ്യം വഹിച്ചതാണ്, ചൂരൽമല സാക്ഷ്യം വഹിച്ചതാണ്. ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോവുകയാണ് സഹോദരങ്ങളെ. എത്ര കൃത്യമായ പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആന്റേത്. അതെ, കൺമുന്നിലുള്ള കുഞ്ഞൻ തേനീച്ചയെ ചൂണ്ടിക്കൊണ്ട് വർത്തമാനം പറഞ്ഞ ഖുർആൻ, നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന മലകളെ ചൂണ്ടിക്കൊണ്ട് വർത്തമാനം പറഞ്ഞ ഖുർആൻ, ഇതെല്ലാം അത്ഭുതമാണ്. അല്ലാഹുവിൻ്റെ ഗ്രന്ഥം അത്ഭുതമാണ് എന്ന് പറഞ്ഞ പടച്ചറബ് ഒന്ന് ആകാശത്തേക്ക് നോക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ആകാശത്ത് നമ്മൾ കാണുക? വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. ഒന്ന് ആകാശത്തേക്ക് നോക്കൂ, നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും കാണാം. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തിയ അല്ലാഹ് സൂര്യനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ വജഅല ശംസ സിറാജ, സിറാജ് എന്നാണ് സൂര്യനെ അല്ലാഹു വിളിച്ചത്. എന്താണ് സിറാജ്?
സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കാണ്, പ്രകാശത്തിന്റെ സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ സൂര്യൻ. എന്നാൽ ചന്ദ്രനെ കുറിച്ച് അള്ളാഹു വർത്തമാനം പറഞ്ഞപ്പോൾ നൂർ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്, മറ്റൊരിടത്ത് മുനീർ എന്നാണ് പ്രയോഗിച്ചത്. ചന്ദ്രന് സ്വയം കത്തുന്ന ഒന്നല്ല ചന്ദ്രൻ, സ്വയം കത്തിജ്വലിക്കുന്ന വിളക്കാണ് സൂര്യൻ. എന്നാൽ ആ ജ്വലിക്കുന്ന സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് പ്രതിഫലിപ്പിക്കുക എന്ന പണി മാത്രമാണ് ചന്ദ്രൻ്റേതുള്ളൂ എന്ന് നമ്മൾ അറിയുന്നത് ഈ അടുത്ത കാലത്താണ്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള അക്കാലഘട്ടത്തിൽ അത്തരത്തിൽ യാതൊരർത്ഥത്തിലുള്ള ആഴത്തിലുള്ള വിജ്ഞാനീയങ്ങളും നേടാതിരുന്ന ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത്ര കൃത്യതയോടെ വജഅല ശംസ സിറാജ എന്ന് വർത്തമാനം പറയണമെങ്കിൽ, വജഅലൽ ഖമറ ഫീഹിന്ന നൂറ എന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം വർത്തമാനം പറയണമെങ്കിൽ ഇത് അത്ഭുതമല്ലാതെ, ഇത് മഹാത്ഭുതമല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ? ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥം അത് അത്ഭുതമാണ്, ഇത് മഹാത്ഭുതമാണ്, ഇത് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഈ അത്ഭുതത്തെയാണ് ചില ആളുകൾ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത്. ചില ആളുകൾ ഇത് തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇത് നിരോധിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് കോടതികളിൽ കേസ് കൊടുക്കുന്നത്. ഈ അത്ഭുതത്തെയാണ് ചില ആളുകൾ തെരുവുകളിൽ കത്തിക്കുന്നത്. സ്വീഡനിൽ അതെ, 2023 കഴിഞ്ഞ കൊല്ലം പെരുന്നാൾ ദിവസം, ഈദുൽ അദ്ഹ ദിവസം, ബലി പെരുന്നാൾ ദിവസം തെരുവിലേക്ക് കടന്നു വന്നൊരു മനുഷ്യൻ വിശുദ്ധ ഖുർആന്റെ കോപ്പി പച്ചക്ക് തീ കൊളുത്തി കരിച്ച് ചാമ്പലാക്കി കളയുന്നു. എന്നിട്ട് ഖുർആനോടുള്ള തൻ്റെ അറപ്പും വെറുപ്പും വിയോജിപ്പും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു രംഗം നമ്മൾ കണ്ടതാണ്. കത്തിക്കപ്പെടേണ്ട ഗ്രന്ഥമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ സ്വീഡനിലെ മുസ്ലിങ്ങൾ എന്താണ് ചെയ്തത്? ആ കത്തിച്ച മനുഷ്യനെ കത്തിക്കാൻ ആ മുസ്ലിങ്ങൾ ഒരുമ്പെട്ടില്ല. ആ കത്തിച്ച മനുഷ്യന്റെ കഴുത്തറുക്കണമെന്നോ കൈമുറിക്കണമെന്നോ നാവ് മുറിക്കണമെന്നോ സ്വീഡനിലെ മുസ്ലിങ്ങൾ പറഞ്ഞില്ല. നിയതമായ പോരാട്ടങ്ങൾ നടത്തിയ സ്വീഡനിലെ മുസ്ലിങ്ങൾ ചെയ്ത പണി, അവരൊന്നടങ്കം അവിടെ ശ്രദ്ധേയമായ ഒരു സ്ക്വയറിൽ ഒരുമിച്ച് കൂടി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്ന് തുടങ്ങി സൂറ ഫലക് ആവർത്തിച്ച് പാരായണം ചെയ്ത് അവരന്നൊരു തീരുമാനമെടുത്തു. സ്വീഡനിൽ കത്തിക്കപ്പെടേണ്ടതാണ് ഖുർആൻ എന്ന് പ്രഖ്യാപിച്ച് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കിയ ഈ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള വൈകല്യമുള്ള നടപടിക്രമങ്ങൾക്കുള്ള പകരമായി അതേ നാണയത്തിലല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. മറിച്ച് ഈ ഗ്രന്ഥം, ഈ അത്ഭുതം ഇത് കത്തിക്കപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് അത് ഹൃദയത്തിലേക്ക് ചേർത്തണച്ചു പിടിക്കേണ്ട ഗ്രന്ഥമാണ് എന്ന് സ്വീഡനിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്വീഡനിലുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ സഹോദരിമാരുടെയും മുഴുവൻ സഹോദരങ്ങളുടെയും കയ്യിൽ വിശുദ്ധ ഖുർആന്റെ കോപ്പി എത്തിക്കുക എന്ന തീരുമാനമാണ് സ്വീഡനിലെ മുസ്ലിങ്ങൾ എടുത്തത്. ആ തീരുമാനത്തിന് കട്ട സപ്പോർട്ടായി നിന്നു കുവൈത്ത് ഗവൺമെന്റ്. ഒറ്റയടിക്ക് 10 ലക്ഷം വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ സ്വീഡനിൽ അവിടെ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള പൂർണ്ണമായ സാമ്പത്തിക പിന്തുണയും സഹായവും കുവൈത്ത് ഗവൺമെന്റ് നടത്തി. പിന്നെ നമ്മൾ കണ്ടത് ഈ അത്ഭുതം സ്വീഡനിലെ ഓരോ സാധാരണക്കാരന്റെ കൈകളിലേക്കും ഈ അത്ഭുതത്തെ സമ്മാനമായി നൽകി വല്ലാത്ത വിപ്ലവം സൃഷ്ടിക്കുകയാണ് അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ചെയ്തത്. സഹോദരങ്ങളെ, ഇത് കത്തിക്കപ്പെടേണ്ടതാണ് എന്ന് ആവർത്തിക്കുന്നവർക്ക് മുന്നിൽ ഇത് കത്തിക്കപ്പെടേണ്ടതല്ല ഈ അത്ഭുതം, മറിച്ച് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ളതാണ്. മനുഷ്യന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് തുടങ്ങി ഇത്രമേൽ അത്ഭുതകരമായ വഴിയും വെളിച്ചവും നൽകുന്ന ഈ കാരുണ്യത്തിന്റെ ഗ്രന്ഥത്തെ, ഈ അനുഗ്രഹത്തിന്റെ ഗ്രന്ഥത്തെ, ഈ നന്മയുടെ ഗ്രന്ഥത്തിന്റെ, ഈ വിമോചനത്തിന്റെ ഗ്രന്ഥത്തെ, ഈ എല്ലാ അർത്ഥത്തിലും പ്രകാശിതമായ ഈ ദൈവിക പ്രമാണത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ജീവിതത്തിൽ ജീവിക്കുന്ന ഖുർആനുകളാകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമേ എന്ന സന്ദേശമാണ് വെളിച്ചത്തിന് നൽകാനുള്ളത്. ഈ ശ്രദ്ധേയമായ നന്മകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. സഹോദരങ്ങളെ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, ആക്ഷേപങ്ങൾ ഉണ്ടാവാം, ആരോപണങ്ങൾ ഉണ്ടാകാം. തളരേണ്ടവരല്ല നമ്മൾ, തകരേണ്ടവരല്ല നമ്മൾ, നിരാശ ബാധിക്കേണ്ടവരല്ല നമ്മൾ. ഇത് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടേത് മാത്രമല്ല, ഇത് ലോകത്തിന് അവകാശപ്പെട്ട ഗ്രന്ഥമാണ്. ഹുദൽ ലിന്നാസ്, ഇത് മാനവർക്ക് മാർഗദർശകമായ ഗ്രന്ഥമാണ്. ഡെൻമാർക്കുകാർക്ക്, ഇന്ത്യക്കാർക്ക്, അമേരിക്കക്കാർക്ക്, ഉഗാണ്ടക്കാർക്ക് എന്ന് തുടങ്ങി ലോകത്തെ ഇന്ന് 850 കോടിയിലധികം വരുന്ന മാനവരാശിയുടേതാണ്. ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യർക്കുമായി ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ നൽകിയ സമ്മാനമാണിത്. അത്ഭുതമാണിത്, അവന്റെ കാരുണ്യമാണിത്, അവന്റെ അനുഗ്രഹം
ഗ്രന്ഥമാണിത്, അവന്റെ പ്രകാശമാണിത്, അവന്റെ ഹുദയാണിത്, അവന്റെ നൂറാണിത്, അവന്റെ ശിഫയാണിത്. ആ ഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കാനും പഠിക്കാനും പകർത്താനും ഈ സന്ദേശത്തെ ജനമനസ്സുകളിലേക്ക് പകർന്നു നിൽക്കാനും ഈ വെളിച്ചം സംഗമം നമുക്ക് സഹായകമാകട്ടെ. നാഥ, നിന്റെ കാവലുണ്ടാകണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.